ബിസിനസ്സുകാർ പലപ്പോഴും സക്സസ് ആവാത്തതിന്റെ കുറെ പ്രശ്നങ്ങൾ പ്ലാനിങ് അവർക്ക് ഉണ്ടാവില്ല. ആ രീതിയിൽ അവർ ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങും. കച്ചവടക്കാരൊന്നും ആഗ്രഹമുണ്ട്, പക്ഷെ അത് എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ ചെയ്യണം. നമ്മൾ പിച്ച് ഡെക്ക് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവന് ഫണ്ട് റേസ് ചെയ്യണം എന്ന് ചിലവർ പറയും. എനിക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് എടുക്കണം. ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ ആദ്യം വേണ്ടത് ഒരു പിച്ച് ഡെക്ക് ആണ്. അത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം എന്നുള്ള എന്താണെന്ന് പോലും അറിയില്ല ആ രീതിയിൽ. അപ്പൊ നമ്മൾ ചോദിക്കും, കട തുടങ്ങണം, നിങ്ങളുടെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടോ? ഈ പ്ലാൻ പോലെ വർക്ക് ചെയ്യണമെന്നില്ല, പക്ഷെ ഇവൻ അതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ അവന് കുറെ ക്ലാരിറ്റി അതിനകത്ത് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യും. അതാണ് മേജർലി സാധനം. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒന്ന്, അവന് പഠിക്കാൻ പറ്റും. ഒന്ന് പഠിക്കാൻ പറ്റും. രണ്ട്, അവനൊരു ബേക്കറിയാണ് തുടങ്ങണമെങ്കിൽ ഈ ബേക്കറി ചെയ്യുന്ന ബിസിനസ് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ചോദിക്കാം, ചേട്ടാ ഞാൻ ഇങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ചേട്ടന്റെ ബിസിനസ് എങ്ങനെയുണ്ട്, ഒന്ന് അഡ്വൈസ് ചെയ്യോ. ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ഈ പറയുന്ന ആൾക്കാരെല്ലാം ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ബിസിനസ് ഓണേഴ്സ് ആണ്. അവർക്കറിയാം. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് പറയണത് ഇന്ന കാര്യങ്ങൾ ചെയ്യില്ലട്ടാ, ഇത് അബദ്ധമാണ്, നീ ഇവിടെ കൊണ്ടേ കാശ് സർട്ടിഫിക്കേഷൻ ഇങ്ങനെ പണി കിട്ടാൻ ഇത് ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിലോ. അപ്പൊ ഇത് പ്രാക്ടിക്കലായിട്ട് അവർക്ക് പറഞ്ഞു തരാനായിട്ട് കണക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അത് കാരണം തന്നെ തെറ്റുകൾ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ലജീഷാണ്. നമ്പർ 1 ക്ലബിൻ്റെ ഫൗണ്ടറാണ്. ഞങ്ങൾ ഒരുപാട് നാളത്തെ സൗഹൃദം. എപ്പോഴും കോഫി കുടിക്കുമ്പോൾ പറയും പോഡ്കാസ്റ്റ് ചെയ്യണ്ടേ ഇങ്ങനെ സ്ഥിരം ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ ഇന്നാണ് അതിന്റെ സമയം. എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നല്ലേ? വളരെ ഉഷാറായിട്ട്. ഈ നമ്പർ 1 ക്ലബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ എൻ്റെ മൊബൈൽ ഫോണിലുണ്ട്. എനിക്ക് എന്താണെന്നൊക്കെ അറിയാം. എന്താണ് നമ്പർ 1? നമ്മുടെ ഒരു ഓഡിയൻസിന് കേൾക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി നമ്പർ 1? നമ്പർ 1 ക്ലബ്ബ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ഓണേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ആണ്. ഓക്കെ, ഒരു ഒറ്റ സെന്റൻസിൽ പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ബിസിനസ്സുകാരന് അവന് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ആണ് നമ്പർ 1 ക്ലബ്ബ് എന്നുള്ളത്. നമ്പർ 1 ക്ലബ്ബ്. അതെ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്പർ 1 ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറെ നെറ്റ്വർക്കിംഗ് ആളുകളോട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ലിങ്ക്ഡിൻ ഉണ്ടല്ലോ. ലിങ്ക്ഡിൻ വളരെ ഇപ്പോൾ പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. ലിങ്ക്ഡിനും നമ്പർ 1 ക്ലബിനെയും കൂടെ ഒന്ന് താരതമ്യം ചെയ്താൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാകുന്നത്? ആക്ച്വലി ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം വെച്ചാൽ പലർക്കും ചോദിക്കും, ഈ പ്രൊഫഷണൽ നെറ്റ്വർക്ക് ലിങ്ക്ഡിനിൽ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് തന്നെ? അതെ, എന്തിനാണ് നമ്പർ 1 ക്ലബ്ബ് എന്ന് പറഞ്ഞത്? കാരണം നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്താലും ഓൾമോസ്റ്റ് അതേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ഫീഡ് ഉണ്ട്, കമ്മ്യൂണിറ്റി, ഇതൊക്കെ ഉണ്ട്. അപ്പോ മേജർ ഡിഫറൻസ് ഇത് രണ്ടും രണ്ട് സെഗ്മെന്റ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്നുള്ളതാണ്. അതായത് ലിങ്ക്ഡിൻ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു സീനിയർ ആയിട്ട് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, ഒരു GM, സെയിൽസ് മാനേജർ, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ആൾക്കാര്, ഇതെല്ലാം. അതുമാത്രമല്ല, അത് ടെക് സാവി ആയിട്ടുള്ള ആൾക്കാർ, അതായത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് അത് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇതിനകത്ത് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അവിടെ ഫ്രഷർ ഉണ്ടാവും, പിന്നെ മേജർലി സീനിയർ മാനേജേഴ്സ് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ബിസിനസ് ഓണേഴ്സും ഉണ്ട്, പക്ഷെ ഫൗണ്ടർ ലെവലിലുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. നമ്പർ 1 ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് ഓണേഴ്സിന്റെ മാത്രം കമ്മ്യൂണിറ്റിയാണ്. ബിസിനസ് ഓണേഴ്സ് മാത്രം. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ഓണേഴ്സിന്റെ കമ്മ്യൂണിറ്റിയാണ്. അതായത് ഇന്ത്യയിൽ വരുന്ന ഈ പറയുന്ന ഒരു 6.5 കോടി MSMEകൾക്ക് വേണ്ടി. അതായത് അവർക്ക് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരിക്കില്ല, അവർ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്ന, ലോക്കലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഇന്ത്യയിലില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്പർ 1 ക്ലബ്ബ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെർച്വൽ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമാണ് നമ്പർ 1 ക്ലബ്ബ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്നില്ലേ, നമുക്കിപ്പോ ഒരു ഓൺട്രപ്രണറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കുറച്ച് സംസാരിക്കാം. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഒരു ഓൺട്രപ്രണർ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ 1 ക്ലബ്ബിൽ വന്നാൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തെല്ലാമാണ്? നമ്പർ 1 ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അതായത് വേറൊരു മെമ്പർഷിപ്പ് ഫീകളല്ല. നിങ്ങൾക്ക് വളരെ മെമ്പർ ആവാനായിട്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നിങ്ങൾ ഓൺട്രപ്രണർ ആണ്, നിങ്ങളുടെ ഏത് വെർട്ടിക്കലാണ് ബിസിനസ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി.
നമ്മുടെ ബെനിഫിറ്റുകൾ കിട്ടാനായിട്ടാണ് നിങ്ങൾ മെമ്പർഷിപ്പ് ബെനിഫിറ്റുകളിലേക്ക് എത്തേണ്ടത്. പക്ഷെ ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ വെറുതെ വന്ന് ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടും. ഉദാഹരണം ഒന്ന്, നിങ്ങൾക്ക് ഈ ബിസിനസ്സുകാരന് വേണ്ടത് മേജർലി വേണ്ടത്, അതായത് അവന്റെ അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് വേണ്ടത്, ഫസ്റ്റ് വേണ്ടത് അവന് വേണ്ടത് ഒരു നെറ്റ്വർക്കാണ്. അതായത് അവന് ബന്ധങ്ങൾ വേണം. ബന്ധങ്ങൾ ഇല്ലാണ്ട് ഗ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. വലിയ ആൾക്കാർ പറഞ്ഞിട്ട് യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പോ ആ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓൾറെഡി കുറെ ആൾക്കാരെ നമ്മൾ ലോക്കലി അറിയായിരിക്കും, പക്ഷെ അടുത്ത ലെവലിലേക്ക് പോകേണ്ട ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം 10,000-ഓളം ബിസിനസ് ഓണേഴ്സ് കേരളത്തിൽ നിന്ന് മാത്രം ഇപ്പൊ നമ്പർ 1 ക്ലബിലുണ്ട് മെമ്പേഴ്സ് ആയിട്ട്. അതിനകത്ത് ഗോൾഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ട് അറൌണ്ട് 500+ ആണ് ഉള്ളത്. അപ്പൊ ഇവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. 2, ഇവര് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ, അതായത് നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണം അല്ലെ. അതെ. ഇപ്പൊ ഈ ബിസിനസ് ആണ് ചെയ്യണമെന്നുള്ളത് ഒരു 100 ആൾക്കാർ അറിയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ് ഗ്രോ ചെയ്യാനോ എൻക്വയറീസ് കിട്ടാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാൻ ഇന്ന ബിസിനസ് ആണ് ചെയ്യുന്നത്, ഇന്ന കാര്യങ്ങൾ എന്റെ സർവീസസ് ഉണ്ട്, എന്നെ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള സർവീസസ് കിട്ടും എന്നുള്ളത് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് നിങ്ങളുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇമേജ്, ടെക്സ്റ്റ്, വീഡിയോസ് എല്ലാം എന്തും ചെയ്യാം. ഇമേജ്, ടെക്സ്റ്റ്, വീഡിയോസ് എന്ത് വേണമെങ്കിലും ചെയ്യാം രീതിയിൽ. 3, നിങ്ങൾക്ക് ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ നന്നായിട്ട് ബിസിനസ് ചെയ്യണം എന്നുള്ളത് പഠിക്കണം അല്ലെ. അതായത് ഒരു ലേണിംഗ് സാധനം കൂടി ഉണ്ടെങ്കിലാണ് ഇത് ഈ സൈക്കിള് 100% കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ബിസിനസ് കോച്ചസുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം, അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണം, അതെല്ലാം ചെയ്യണം. അപ്പോ നമ്മൾ കവർ ചെയ്യുന്ന ആ 360 ആണ്. അതായത് അവരുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ബാക്കിയുള്ള ഫെലോ എന്റർപ്രനേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റും, അതേപോലെ ബിസിനസിനെ കുറിച്ച് കൂടുതൽ എന്താണെന്നുള്ളത് പഠിക്കാനും പറ്റും. ഈ 3 കാര്യങ്ങളാണ് കിട്ടുക. ഈ പഠിക്കാനെന്ന് പറഞ്ഞപ്പോണ്ടല്ലോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എന്റെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ കുറെ ക്ലാസ്സുകൾ കേട്ടാൽ ഒബ്വിയസ്ലി എനിക്ക് അതിന് ടേക്ക് അവേ ഉണ്ടാവും. അപ്പൊ പഠിപ്പിക്കുന്ന ഒരാളിന്റെ അടുത്ത് ഉണ്ടാവോ? എന്താണ് അയാളുടെ റോൾ? ആക്ച്വലി എങ്ങനെ പഠിക്കുക എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്? അത് പഠിക്കുക എന്ന് പറഞ്ഞ കാര്യം നടക്കുന്നത്, നമുക്ക് 2 ടൈപ്പ് ഓഫ് യൂസേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ. ഒന്ന് ബിസിനസ് ഓണേഴ്സും, 2 എക്സ്പേർട്സും. അപ്പൊ ഈ എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ എക്സ്പേർട്ടുകളായിരിക്കും. അതായത് അവരുടെ ഒരു ഇപ്പൊ സെയിൽസ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ആ സെയിൽസിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. സ്ട്രാറ്റജി, കൺസൾട്ടിങ്, അങ്ങനെയുള്ള പല ഏകദേശം ഒരു 10-30ഓളം ബിസിനസ് എക്സ്പേർട്ട് ഇപ്പൊ തവണ നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അവരെല്ലാം വെൽ നോൺ ആയിട്ടുള്ളതാണ്, വെൽ നോൺ എക്സ്പേർട്ട്. അത് കൂടാണ്ട് ഏകദേശം 100ഓളം നോർമൽ എക്സ്പേർട്ട്. അതായത് അവർക്ക് വിസിബിലിറ്റി ഉണ്ടാവില്ല, പക്ഷെ അവര് ചിലപ്പോൾ ഒരു ടാക്സ് എക്സ്പേർട്ട് ആയിരിക്കാം, ഒരു കൺസൾട്ടിങ് എക്സ്പേർട്ട് ആയിരിക്കാം, SOP ബിൽഡ് ചെയ്യാൻ എക്സ്പേർട്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോ ഈ ബിസിനസ്സുകാരൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ അവൻ എന്താണോ വേണ്ടത്, അവൻ സ്ട്രഗിൾ ചെയ്യുന്നത് ചിലപ്പോൾ ലീഡർഷിപ്പിലാവാം, അല്ലെങ്കിൽ സെയിൽസിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫണ്ട് റേസിംഗിലായിരിക്കാം, അക്കൗണ്ടിങ്ങിലായിരിക്കാം. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ഈ എക്സ്പേർട്ടുകളുടെ കണ്ടന്റുകൾ അതിനകത്തുണ്ട്. ആ കണ്ടന്റുകൾ നമുക്ക് കോഴ്സ് പോലെ മൊബൈലിലും വാച്ച് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ആ സെയിം ലോഗിൻ ചെയ്ത് വെബ്സൈറ്റുകളിലും, അതായത് നമ്മുടെ വെബ്സൈറ്റിലും വാച്ച് ചെയ്യാം, ഡെസ്ക്ടോപ്പിലും വാച്ച് ചെയ്യാം. അത് കൂടാണ്ട് മെമ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഓഡിയോ മോഡും കിട്ടും. നിങ്ങളിപ്പോ ട്രാവൽ ചെയ്യാണ്, ട്രാവൽ ചെയ്യുമ്പോൾ കാറിൽ കേൾക്കാം, സ്പോട്ടിഫൈ ഒക്കെ പോലെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ ഒരു സീംലെസ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അതും നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജിൽ. യൂട്യൂബിലോ ഇതേപോലത്തെ പല വീഡിയോസ് ഞാൻ പറഞ്ഞു. സോഷ്യൽ മീഡിയ ഇപ്പൊ ഒരുപാട് നിൽക്കുന്ന സമയത്തെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഇപ്പൊ ട്രെയിനിങ് വീഡിയോസ് ഒരുപാടുണ്ട്, മോട്ടിവേഷൻ വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ അതുമാതിരി AI കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ഓൺട്രപ്രണർ എന്തിനും ജോയിൻ ചെയ്യണം, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മള് ജീവിക്കുന്നത് ഈ കണ്ടന്റ് ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ്. പണ്ടത്തെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതേപോലത്തെ ഇറങ്ങുന്ന അവസ്ഥ, ഈ കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പല ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കണ്ടന്റ് ഓവർലോഡഡ് ആയതുകൊണ്ട് യൂട്യൂബ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചിലപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ എൻഡ് ചെയ്യണ ചിലപ്പോൾ കുക്കിംഗ് ക്ലാസ്സിലായിരിക്കും. കാരണം അതൊരു സ്ട്രക്ചേർഡ് വേ ഓഫ് ലേണിംഗ് അല്ല, അത് സ്റ്റിൽ ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമാണ്. ലേണിംഗിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ യൂസ് ചെയ്യുന്നുള്ളൂ. ലേണിംഗ് എപ്പോഴും നടക്കുക ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വേയിൽ മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ട്, ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ഇരുന്നാൽ മാത്രമേ ലേണിംഗ് നടക്കുകയുള്ളൂ. അപ്പോ നമ്മുടെ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തേക്കുന്ന സ്ട്രക്ചേർഡ് വേ ഓഫ് ലേണിംഗിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് സെയിൽസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ വി വിൽ ഓൺലി ടീച്ച് അബൌട്ട് സെയിൽസ്.
സെയിൽസ്. ഓക്കെ. അപ്പൊ ആ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും രീതിയിൽ. അതൊന്ന്. രണ്ട്, ഇപ്പൊ നിങ്ങൾ ChatGPT പോയി സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പോലെ തന്നെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ AI ഇപ്പോഴും കുറേം കൂടി റീഡിഫൈൻ ആവുന്നുണ്ട്. അപ്പൊ AI ബിഹേവ് ചെയ്യുന്നത് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ ചോദിച്ചാൽ AI പറയും. ചിലപ്പോ ChatGPT നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്, AI പറയും അത് അങ്ങനെയും സംഭവിക്കാം എന്നുള്ള രീതിയിൽ പറയും. മനസ്സിലായി? അപ്പൊ അതൊരു ഗൈഡഡ് ആയിട്ടുള്ള സാധനമല്ല. അപ്പൊ ഇപ്പോഴും ChatGPT നിങ്ങൾ താഴെ പോയി കഴിഞ്ഞാൽ ഒരു ഡിസ്ക്ലൈമർ എഴുതി വെച്ചേക്കണ കാണാം. ഇതിൽ പറയുന്നതൊന്നും സത്യമായിരിക്കണം എന്നില്ല, നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കാന്ന് പറയും. അപ്പൊ ആ ഡിസ്ക്ലൈമർ എല്ലാ AIക്കും ഉണ്ട്. നമ്മളുടെ സെഷൻസുകൾ അല്ലെങ്കിൽ ലേണിംഗ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ലേണിംഗ് ആണ്. എന്താണ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യണത്, എന്താണ് നടക്കുന്നത്, ആ ഒരു വിസ്ഡം ക്യാപ്സ്യൂൾ പരുവത്തിൽ. അതായത് ചിലപ്പോൾ അവനൊരു 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 ദിവസം കൊണ്ടോ ഫുൾ ട്രെയിനിൽ കിട്ടുന്ന സാധനമാണ് നമ്മളൊരു 45 മിനിറ്റ്സിലോ 1 അവറിലോ ചെറിയ ക്യാപ്സ്യൂളായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൽ കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. അതെ, അവർ പല പല മൊഡ്യൂൾസ് ഉണ്ടാക്കി യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അവര് നാളെ ഇതിലൊരു എക്സ്പേർട്ടായിട്ട് ജോയിൻ ചെയ്യുന്നു വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ അയാൾ സെയിൽസിനെ കുറിച്ച് മാത്രം ക്ലാസ് കൊടുക്കുന്ന ആള്. ഒബ്വിയസ്ലി അവന്റെ അറിവാണല്ലോ സെല് ചെയ്യുന്നത്. അപ്പൊ അവൻ അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായും. അതെന്താ അങ്ങനെ പേരുടെ എങ്ങനെ? ഈ യൂട്യൂബ് ഒക്കെ അവര് കണ്ടന്റ് ഇട്ടു, അതിനകത്ത് പെർ വ്യൂലാണ് മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ പക്ഷെ അവിടത്തെയും പ്രശ്നം വെച്ചാൽ ഇപ്പൊ പലപ്പോഴും ഞാൻ ക്രിയേറ്റേഴ്സ് ഇപ്പൊ പറയുന്നത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു. അപ്പൊ അത് മുമ്പോട്ട് പോകുന്നതോറ് പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകളിൽ റവന്യൂ മോഡലുകളും വരും. അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടുപേരെയും കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ബിസിനസ് ഓണേഴ്സിനെയും എക്സ്പേർട്സിനെയും കണക്ട് ചെയ്യാന്നല്ല. അപ്പൊ ബിസിനസ് ഓണേഴ്സിന് വേണ്ട കുറെ കാര്യങ്ങൾ നമ്മുടെ ആപ്പിലുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ ബിസിനസ് കാർഡുകൾ ഉണ്ട് ഫ്രീ ആയിട്ടുള്ള. അതേപോലെ അവന് ഈ നേരത്തെ പോലെ കമ്മ്യൂണിറ്റിയും ഫീഡും ലേണിംഗും ചെയ്യാനായിട്ടും പറ്റും. സെയിം ടൈമിൽ എക്സ്പേർട്ടിനും വേണം. ഇപ്പോ ഒരു എക്സ്പേർട്ട് യൂട്യൂബിൽ സെയിൽസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവന് കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടും. അവന്റെ വീഡിയോ ചിലപ്പോൾ ഒരു 10,000 ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ 10,000 ആൾക്കാരും അവന്റെ പ്രോസ്പെക്ട്സ് ആവണമെന്നില്ല. മനസ്സിലായി? ഒരു 10, 20, 100 ആൾക്കാരായിരിക്കും ചിലപ്പോൾ അവന്റെ പ്രോസ്പെക്ട്സ് ഉണ്ട്. കാരണം പ്രോസ്പെക്ട്സ് ലെറ്റ്സ് സേ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ ഉണ്ടാവുക. അപ്പോ അത്രയും ആൾക്കാർ കണ്ടുകൊണ്ട് അവനൊരു പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല രീതിയിൽ. പക്ഷെ അതേസമയം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൻ വന്നിട്ട് ഇതിനൊരു സ്ട്രക്ചേർഡ് ലേണിംഗ്, ഒരു കോഴ്സ് പോലെ അവന് ഇടാനായിട്ട് പറ്റും. ഇതൊക്കെ അവൻ എക്സ്പേർട്ടായിട്ട് ഓൺബോർഡ് ചെയ്താൽ അവന് കിട്ടുന്ന ഫെസിലിറ്റികളാണ്. അപ്പൊ അവന് ആ ലിസ്റ്റ് ആവുന്നതോട് കൂടിയിട്ട് അവൻ ആ കോഴ്സ് ഓൺബോർഡ് ചെയ്താൽ, കോഴ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സ് സെയിം ടൈമിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ലൈവ് ആവും. അതേപോലെ തന്നെ അവനൊരു വെബ് ലിങ്കും കിട്ടും. അപ്പൊ ആ വെബ് ലിങ്ക് എന്ന് വെച്ചാൽ അത് യൂണിവേഴ്സലാണ്. അപ്പൊ അവനത് സ്വന്തമായിട്ട് ഇപ്പൊ അവന്റെ സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ആ ഒരു പ്രൊഫൈലിൽ ലിങ്ക് ചെയ്താൽ അതിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ കോഴ്സുകളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്ന് മേടിക്കണമെന്നില്ല. അവന് അതിൽ നിന്ന് കൂടെയും സെല്ലിങ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പുറത്ത് പല പല കമ്പനികൾ, ഇപ്പൊ ഗ്രാഫി അല്ലെങ്കിൽ ടാഗ് മാംഗോ പോലുള്ള കമ്പനികളെല്ലാം ഏകദേശം 10,000 രൂപ 20,000 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ അതേപോലെ കോഴ്സ് വെക്കണതിന് കമ്മീഷൻ. നമ്മളിതൊന്നും ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ ഇവന് ഈ എക്സ്പേർട്ടിനെ സംബന്ധിച്ചോളം കോഴ്സ് ഇടാനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവന്റെ വിസിബിലിറ്റി, അതായത് നമുക്ക് ഏകദേശം ഈ 10,000 ബിസിനസ് ഓണേഴ്സിലേക്ക് അവന്റെ വിസിബിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ അവന്റെ ഇവന്റ്സുകൾ, അതായത് ചിലപ്പോൾ 1 ഡേ ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ വെബിനാറുകളോ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഇവന്റ്സുകളുടെ ടിക്കറ്റുകളും സെല്ല് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും നമ്മൾ എക്സ്പേർട്ടിന് കൊടുക്കുന്നുണ്ട്. അവന്റെ എക്സ്ട്രാ ഒരു വരുമാനം അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അതെ, അവൻ എക്സ്ട്രാ വരുന്ന വെച്ചാൽ അവന്റെ ഏണിംഗ് പൊട്ടൻഷ്യൽ കൂട്ടാനായിട്ട് പറ്റും ഡീല്. അതൊന്ന്. രണ്ട്, അവനെ ഡയറക്ട്ലി കറക്റ്റ് ടാർഗറ്റ് സെഗ്മെന്റ്, ബിസിനസ് ഓണേഴ്സ് എന്നാണ് അവന്റെ കസ്റ്റമർ എങ്കിൽ ആ ബിസിനസ് ഓണേഴ്സിന് നമുക്ക് കറക്റ്റ്ലി അവന്റെ വിസിബിലിറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, നമുക്ക് അങ്ങനെ തന്നെ ഇതിനെ കാണാം. അതെ, ഈ പബ്ലിക് പ്ലാറ്റ്ഫോം ആവുമ്പോൾ ആർക്കും ഒന്ന് ലോഗിൻ ചെയ്യാമല്ലോ. ഒരു അവന്റെ മൊബൈൽ ഫോണോ ഇമെയിലോ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവനൊരു ഓൺട്രപ്രണർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ മാറ്റുമോ? എന്താണ് നമുക്ക് അതിന് എന്തെങ്കിലും ഗൈഡ് ലൈൻസ് എന്തെങ്കിലും ഉണ്ടോ? അവൻ ഓൺട്രപ്രണർ അല്ല എന്നുണ്ടെങ്കിൽ അവന് മാറ്റുമോ യൂസർ എന്ന രൂപത്തിൽ റിമൂവ് ചെയ്യുമെന്നാ ചോദിക്കുന്നത്. അങ്ങനെ റിമൂവിങ് നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പക്ഷെ ഈ യൂസർ വരുന്ന ജേണി ഉണ്ടല്ലോ, അത് നമ്മൾ വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത്
നമ്മുടെ അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, നമ്മുടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ സേവ് ചെയ്യുന്നത് ഇത് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെന്ന് തന്നെയാണ്. അപ്പോൾ വരുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു ബിസിനസ് ഇന്റന്റ് ഉള്ള ആളായിരിക്കും. ഏകദേശം 90% ആൾക്കാരും ബിസിനസ് ഓണേഴ്സ് തന്നെയാണ്. ഇനി ലെറ്റ്സ് സേ വിഭാത് പറയുന്ന പോലെ ഒരു 10% ആൾക്കാർ അവര് ഒന്നിലേക്ക് ചിലപ്പോൾ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവർ പഠിച്ച് ഇറങ്ങിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വർക്കിൽ നിന്ന് അവരൊരു ബിസിനസ്സിലേക്ക് അടുത്ത ലെവലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആവാൻ പോകുന്നു, ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഐഡിയയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് ഇന്റന്റ് ഉള്ള ആളാവാം രീതിയിൽ. അപ്പൊ അവര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെ ബിസിനസ്സുകൾ ഇപ്പൊ നടക്കുന്നുണ്ട്, മാർക്കറ്റ് എന്താണ് നടക്കുന്നത്, നിങ്ങളെ പോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ അതിനകത്ത് സെർച്ച് ചെയ്യാൻ പറ്റും, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല യൂസ് കേസുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഇതേപോലെ പുതിയതായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അയാൾക്ക് ബാംഗ്ലൂരാണ് ബിസിനസ് ചെയ്യേണ്ടത് രീതിയിൽ, അയാൾ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ നമ്മുടെ കമ്മ്യൂണിറ്റി വന്നിട്ട് നമ്മുടെ ഒരു ബാംഗ്ലൂരിലെ ബിസിനസ് ഓണർ ഒരാളെ കണക്ട് ചെയ്തു. ആളെ കണക്ട് ചെയ്തിട്ട് അയാളുടെ നമ്പർ എടുത്ത് ഫോം വിളിച്ചു, ഞാൻ ഇങ്ങനെ ബാംഗ്ലൂരാണ്, എനിക്ക് ഇങ്ങനെ ചപ്പാത്തി മേക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ഫുഡ് ഇൻഡസ്ട്രി തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്, ബിസിനസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു പേഴ്സണൽ മീറ്റപ്പ് കണക്ട് ചെയ്തു, ആൻഡ് അവർ ഷെയർ ചെയ്തു. അവിടെ നിന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ അറിയാം, അല്ലെ എന്തൊക്കെ ഗൈഡ് ലൈൻസ് നമ്മുടെ മെമ്പർ തന്നെ കൊടുക്കാനായിട്ട് പറ്റി. ഇങ്ങനെ പല ലൈവ് സ്റ്റോറീസുകളും നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ലജീഷ് ഭായ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു ലേണിങ്ങും അതുപോലെ നെറ്റ്വർക്കിങ്ങിനും ഇതിനെ സഹായിക്കും അല്ലെ. ഇപ്പൊ ഒരാൾ പറയണം അയാൾക്കുള്ള പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും ജോയിൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എത്രമാത്രം അത് ബെനിഫിറ്റ് ആവുന്നതാണ് വിശ്വസിക്കുന്നത്? അത് പൂർണ്ണമായി നമ്മളൊരു ബിസിനസ് കൂട്ടിക്കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ BNA പോലെ, BNA അങ്ങനത്തെ പല പ്ലാറ്റ്ഫോം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് 10 ഇരട്ടി ആവുന്നല്ലോ. അങ്ങനെ നമ്മൾ ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല രീതിയിൽ. നമ്മുടെ മോട്ടോ ഇതാണ്, നിങ്ങളിപ്പോ ചെയ്യുന്ന ബിസിനസ്സിനെ നല്ല രീതിയിൽ എങ്ങനെ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ബിസിനസ് ചെയ്യാം, അതിനെ നിങ്ങളെ സിസ്റ്റമാറ്റിക് ആക്കാം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കമ്പനിയാണ് നമ്മൾ. അപ്പോ ഇപ്പൊ 10 ഇരട്ടി ആക്കാം എന്നുള്ളതൊന്നും നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ പ്രതീക്ഷ വരണ്ടെന്നർത്ഥം. പ്രൊഡക്റ്റ് പ്രൊമോഷൻ വരണ്ട, പക്ഷെ നമുക്ക് പ്രൊഡക്റ്റിന്റെ വിസിബിലിറ്റി കിട്ടും രീതിയിൽ. ചിലപ്പോൾ അതിൽ നിന്ന് ബിസിനസ് നടക്കാം, ബിസിനസ് നടത്തുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതല്ല ഈ പ്ലാറ്റ്ഫോമിന്റെ മെയിൻ ആയിട്ടുള്ള ഇന്റന്റ്. ഈ പ്ലാറ്റ്ഫോമിന്റെ മെയിൻ ആയിട്ട് ഇന്റന്റ് നിങ്ങൾ നിങ്ങളുടെ ഫെലോ ഓൺട്രപ്രണേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യണം. കാരണം ഇതിന്റെ മേജർ, ഞാനിത് തുടങ്ങാനുള്ള കാര്യം, ഞാൻ ഒരു സീരിയൽ ഓൺട്രപ്രണർ 1-2 സ്റ്റാർട്ടപ്പുകളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇവാദം ഈ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വന്നതാണല്ലോ. അപ്പോ ഇതൊരു ലോൺലി ജേണിയാണ് അല്ലെ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊരു ലോൺലി ജേണിയാണ്. എല്ലാവർക്കും ഈ ജേണി മനസ്സിലാവണമെന്നില്ല ബിസിനസ്സുകാരനെ സംബന്ധിച്ചാണ്. കാരണം ഒരു ബിസിനസ്സുകാരനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന അവന്റെ ഭാര്യയോ അവന്റെ കുട്ടികളോ അവന്റെ ഫ്രണ്ട്സോ ഒന്നുമല്ല. ഒരു ബിസിനസ്സുകാരനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന വേറൊരു ബിസിനസ്സുകാരനാണ്. അവന്റെ അടുത്താണ് ഇവന് മനസ്സുറക്കാനായിട്ട് പറ്റും, അവന്റെ പെയിൻ മനസ്സിലാവുന്ന രീതിയിൽ. മനസ്സിലായോ? ഒരു ബിസിനസ്സുകാരൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പെയിനും അതാണ്. ആരുടെ അടുത്ത് ഞാനൊന്ന് മനസ്സിലായും, എന്നെ കേൾക്കാനായിട്ട് ഒരാളില്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഈ ബിസിനസ് കമ്മ്യൂണിറ്റികൾക്ക് ഇത്രയും പവർ എന്നുള്ളത്. മനസ്സിലായോ? അപ്പോ ഇത് താഴെക്കിടയിലേക്ക് പോകുമ്പോൾ വളരെ വലുതാണ് ഇതിന്റെ പ്രശ്നം. നമ്മളിപ്പോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന പല ഈ മൈക്രോ ബിസിനസ് ഓണേഴ്സും ഇവരൊന്നും വലിയ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടോ വലിയ ഫിനാൻഷ്യൽ ബാക്കപ്പുകൾ ഉണ്ടായിട്ടൊന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കില്ല. അവർക്കൊരു ഡ്രീം ഉണ്ടായിരിക്കും, ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, എനിക്ക് സ്വന്തമായിട്ടൊരു സാധനം ചെയ്യണം എന്നുള്ളതല്ല. മനസ്സിലായോ? തുടങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ഇവർ മനസ്സിലാക്കി ഇനി എങ്ങനെ അടുത്ത ലെവലിലേക്ക് പോകുന്നുള്ളത്. അപ്പൊ ഇവനൊരു സ്റ്റക്കാണ് ലൈഫിൽ, അവൻ ഇപ്പൊ മെന്റലി സ്റ്റക്കാണ്, ഗ്രോത്ത് വൈസ് സ്റ്റക്കാണ്. അപ്പൊ ഇവനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് രീതിയില്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. അവര് വരിക, അപ്പോ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്ത ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്പർ 1 ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. ഈ നമ്പർ 1 അക്കാഡമി എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് നമ്പർ 1 ക്ലബിലേക്ക് വരുന്നത് അല്ലെ. അങ്ങനത്തെ ഒരു സ്വിച്ചിങ്ങിലേക്ക് എപ്പോഴാണ് ചിന്തിച്ചത് ആക്ച്വലി? അതെ, ഇത് പെട്ടെന്നല്ല സ്വിച്ച് ചെയ്തത്. എന്നാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നമ്പർ 1 അക്കാഡമി ആയിട്ടാണ്. കാരണം ഞാനൊരു 10 വർഷമായിട്ട് ഈ ബിസിനസ് കൺസൾട്ടിങ് കോച്ചിങ് ട്രെയിനിങ്ങിലുണ്ട് ഇതിൽ. അപ്പൊ എനിക്ക്
കുറെ കമ്പനികളുമായിട്ട് കൺസൾട്ട് ചെയ്തും ബിസിനസ് ഓണേഴ്സായിട്ടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ ഐ വാസ് ഓൾസോ ഇൻ സ്റ്റാർട്ടപ്പ്, ടെക് സ്റ്റാർട്ടപ്പുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബിസിനസ് ഓണേഴ്സ് ഇവരാണ് ഇന്ത്യൻ GDP-യുടെ 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്ന് പറയും. അത് ഏകദേശം ഒരു 6.5 കോടിയോളം ആൾക്കാരുണ്ട്. സ്റ്റാർട്ടപ്പുകൾ വെറും 1.5 ലക്ഷമാണ് രീതിയിൽ. അത്രയും വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ കാണുന്ന പല പ്രൊഡക്റ്റുകൾ കമ്മ്യൂണിറ്റി, ഇപ്പൊ ലിങ്ക്ഡിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലതും ഉണ്ടാക്കിയേക്കണ ഈ സ്റ്റാർട്ടപ്പ് ആൾക്കാർക്ക് വേണ്ടി, കോർപ്പറേറ്റിന് വേണ്ടി. ഈ പറയുന്ന 6.5 കോടി പറയുന്ന അവരെ ആരും നോക്കുന്നില്ല. ഗവൺമെന്റുകൾ കുറെ സ്കീമുകളും KSIDCയും അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കൊടുക്കുന്നതല്ലാണ്ട് ഇവരെ സത്യം പറഞ്ഞ ആരും ഗൗനിക്കുന്നില്ല. ഇവർക്ക് വേണ്ടി ഇവരെ വോയിസ് കേൾക്കാനോ ഇവരെ ഇത് ചെയ്യാനായിട്ടോ ഒരു പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് കൊടുക്കാനോ ഒരു കമ്പനികളും ഇല്ല. അങ്ങനത്തെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ലല്ലേ ഇവർക്ക്? അങ്ങനത്തെ സപ്പോർട്ട് നമ്മൾ ഈ സ്കീമുകളായിട്ട് ഇതില്ല. പക്ഷെ എന്നാലും അതുകൊണ്ടൊന്നും മതിയാവില്ല. അത് മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ടത് 30% GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇവരെ ഇങ്ങനെയാണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മുടെ അടുത്തുള്ള ഒരു ബിസിനസ്സുകാരനാണ്, മനസ്സിലാവും, അവനെ ശരിക്കും നമ്മൾ വാല്യൂ ചെയ്യണം. കാരണം അവൻ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഇൻകം അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ഒരു ബിസിനസ്സുകാരൻ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആയിക്കോട്ടെ, എവിടെ നിന്ന് ആയിക്കോട്ടെ, അവനെയാണ് ശരിക്കും വാല്യൂ ചെയ്യുന്നത്. കാരണം അവനാണ് ഇന്ത്യയുടെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ലൈക്കിനോ അതിൽ ആ തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഈ പറയുന്ന ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ അത് ചെയ്തപ്പോൾ അതിൽ നിന്ന് എനിക്ക് ആദ്യം മനസ്സിലായത് ഭയങ്കരമായ ഒരു ലേണിംഗ് ഗ്യാപ്പ് അവർക്ക് ഉണ്ടെന്നുള്ള. കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ സ്കെയിൽ ചെയ്യണം, അടുത്ത ലെവലിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് ഇവരറിയില്ല. അങ്ങനെയാണ് നമ്പർ 1 അക്കാഡമി എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം കമ്പനിയാണ്. സോ വി സ്റ്റാർട്ടഡ് ആസ് എ നമ്പർ 1 അക്കാഡമി. ചെറിയൊരു വെബ്സൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ഏകദേശം ഒരു 10-30ഓളം കോഴ്സുകൾ നമ്മൾ ഒരു വർഷത്തിൽ ബിൽഡ് ചെയ്തു. 10,000-ഓളം കോഴ്സുകൾ നമ്മൾ സെല്ല് ചെയ്തു. അപ്പൊ കോഴ്സ് സെല്ല് ചെയ്ത് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന ആൾക്കാരോട് നമ്മളും സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ആൾക്കാർ കോഴ്സുകളൊക്കെ മേടിക്കുന്നുണ്ട്. കോഴ്സ് മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു 3 മാസം കഴിഞ്ഞിട്ട് വിളിക്കും, സാറെ കണ്ടോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ ചോദിക്കണേ, നിങ്ങൾ എന്താണ് എന്നെ ഡെയിലി എല്ലാ വീക്കിലും വിളിക്കാണ്ടിരുന്നത്, ഞാൻ ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവനൊരു ബൈയിങ് ഇന്റന്റിൽ സാധനം മേടിക്കും, പക്ഷെ ആരും കാണില്ല. 90% ആൾക്കാർ ഇത് കാണുന്നില്ല, മനസ്സിലായോ? കാണാത്തടത്തോളം കാലം നമുക്ക് ഇവനെ സക്സസ് ആക്കാൻ പറ്റില്ല. കണ്ടിട്ട് തന്നെ സക്സസ് ആവുന്നില്ല. അവനൊരു മാറ്റം പറയണം, അവനാണ് അത് തീരുമാനിക്കേണ്ടത്. അതെ. പക്ഷെ കാണാത്തതിന്റെ ബ്ലെയിമും നമുക്കാണ് കിട്ടുക രീതി. അവനത് കാണുന്നില്ല. പക്ഷെ ദാറ്റ്സ് ഓക്കെ. കാരണം അവൻ ഈ ബിസിനസിന്റെ ചക്രവ്യൂഹത്തിൽ കിടന്ന് ഉഴലുകൊണ്ടാണ് അവനത് കാണാൻ സമയം കിട്ടാത്തത്. അപ്പൊ നമ്മൾ വിചാരിച്ചു കോഴ്സ് സെല്ല് ചെയ്തുകൊണ്ട് ഇവന്റെ ജീവിതം മാറാൻ പറ്റില്ല. അപ്പൊ ഇവന്റെ ജീവിതം മാറ്റണമെങ്കിൽ അടുത്ത ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതായത് ഇവനൊരു എക്കോസിസ്റ്റം ആണ് വേണ്ടത്. അതായത് ഇവന്റെ ലേണിംഗ് മാത്രം പോരാ, ഇവനെ ബാക്കിയുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. ഇവന്റെ ബിസിനസിന് വിസിബിലിറ്റി കൊടുക്കണം. ഇവനെ കുറച്ചും കൂടി മെന്റർ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോ ഇതൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് കേട്ടോ. മാർക്കറ്റിൽ ഇങ്ങനെ ഒരുപാട് ബിസിനസ് കോച്ചസും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ സ്കെയിലിൽ നടക്കുന്നില്ല. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ 100 പേരെയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോച്ച് ഒരു 10 പേരോ 20 പേരൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ലല്ലോ, ഏകദേശം കേരളത്തിൽ 20 ലക്ഷത്തോളം മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രണേഴ്സ് ഉണ്ടെന്നാണ് പറയാം. കേരളത്തിൽ മാത്രം. ഓൾ ഇന്ത്യ ആണ് പറഞ്ഞാൽ 6.5 കോടി എന്ന് പറയുന്നത്, കേരളത്തിൽ മാത്രം. അപ്പൊ 20 ലക്ഷത്തിൽ ലക്ഷേ ഒരു 10,000 ആൾക്കാരെങ്കിലും ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയാലാണ് GDP-യിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യണമെങ്കിൽ ടെക്നോളജി വേണം. ടെക്നോളജി ഇല്ലാണ്ട് നമുക്ക് സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ബിസിനസ് മോഡൽ തന്നെ റീവാമ്പ് ചെയ്യാനായിട്ട് ആലോചിച്ചു. അപ്പൊ കഴിഞ്ഞൊരു വർഷം നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തു. നമ്മൾ വേറെ ആക്റ്റീവായിട്ടുള്ള അഡ്വർടൈസ്മെന്റുകളോ സെയിൽസുകളോ ഒന്നും ചെയ്തില്ല. നമ്മുടെ പ്രൊഡക്റ്റ് ടീമും ടെക് ടീമും കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തു. കാരണം നമുക്ക് വേണ്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അവനെ ഗ്രോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ 1 ക്ലബ്ബ്. അതായത് അപ്പൊ നമുക്ക് മനസ്സിലായി കമ്മ്യൂണിറ്റി എക്കോസിസ്റ്റം ആണ് ഇവനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. അതിനകത്ത് നമ്മളൊരു അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചിനെയും ബിൽഡ് ചെയ്തു, നോവ എന്ന് പറയുന്നത്. നോവ ആണ് NOA, നോവ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ നമ്പർ 1 അക്കാഡമി. നമ്പർ 1 അക്കാഡമിയുടെ NOA ആണ് നോവ എന്ന് പറയുന്നത്. അപ്പൊ ഈ നോവ ഒരു AI കോച്ചാണ്. ഇപ്പൊ അതിന് ലിമിറ്റഡ് കേപ്പബിലിറ്റീസ് ഉള്ളൂ, കാരണം നമ്മുടെ പ്ലാറ്റ്ഫോം ഓറിയന്റഡ് ആണ്. പക്ഷെ നോവയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതിന്റെ ഫ്യൂച്ചർ. അതായത് നിങ്ങളുടെ പോക്കറ്റിൽ ഒരു ബിസിനസ് കോച്ചിനെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്.
നിങ്ങളെ അസിസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ജേർണിയിൽ ഫ്രം ഡേ 0 മുതൽ അടുത്ത 10 വർഷത്തേക്കുള്ള ജേർണി ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ നോവ എടുത്ത് നിങ്ങൾ ചോദിക്കാം. ഇപ്പൊ ടെക്സ്റ്റ് ബേസ്ഡ് ആണ്, നാളെ അത് വോയിസ് ബേസ്ഡ് ആവും. എനിക്ക് ഇങ്ങനെ ബിസിനസ് ലോ സിറ്റുവേഷൻ വന്നു, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? സോ നോവ ഹാവ് ലോട്ട് ഓഫ് റിസോഴ്സസ്, ബിസിനസ് ബുക്കുകളും അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടന്റുകളും ഇതെല്ലാം നമ്മൾ നോവയെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ആ നോവയായിരിക്കും നാളെ ഒരു ബിസിനസ് കോച്ചായിട്ട് വളരെ അഫോർഡബിൾ ആയിട്ട് രീതിയിൽ മന്ത്ലി അഫോർഡബിലിറ്റിയിൽ ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് നമ്പർ 1 ക്ലബ്ബ് എന്ന് പറയുന്ന അതിനകത്തേക്ക് നമ്മൾ പിവോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ജനുവരിയിൽ അതിനെ നമ്പർ 1 അക്കാഡമിയെ പിവോട്ട് ചെയ്ത് നമ്പർ 1 ക്ലബ്ബ് എന്ന രീതിയിൽ നമ്മളങ്ങനെ ബ്രാൻഡിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മുടെ ചെറിയൊരു കമ്മ്യൂണിറ്റി ലോഞ്ച്. നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് എത്ര പേരുണ്ട്? ഇപ്പൊ നമ്മള് ജനുവരി ആദ്യത്തെ ഒരു 3 മാസം ജനുവരി ഫെബ്രുവരി മാർച്ചിൽ നമ്മൾ ടെസ്റ്റിംഗ് മാത്രമാണ് ചെയ്തത്. ആൾക്കാർ പ്രൊഡക്റ്റിൽ കുറെ ബഗ്ഗുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഏപ്രിൽ മുതലാണ് നമ്മൾ മെമ്പർഷിപ്പുകളും എല്ലാം സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ ഏപ്രിൽ മെയ്യോട് കൂടി നമുക്ക് ഏകദേശം 500ഓളം മെമ്പേഴ്സ് ഓൾറെഡി ആയി. ഇപ്പൊ മെമ്പേഴ്സ് ആയി. അത് മാത്രമല്ല ഡിഫറെന്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ആക്റ്റീവ്ലി ഇപ്പൊ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ്ലി അവര് ഫീൽഡിൽ ആൾക്കാർ അവരുടെ ബിസിനസിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കണക്ടിവിറ്റി വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ലേണിംഗ് വരുന്നുണ്ട്. ഏകദേശം 2000ഓളം അവേഴ്സ് നമ്മുടെ കോഴ്സുകൾ ആൾക്കാർ ഇപ്പൊ കാണുന്നുണ്ട്. ഈ കോഴ്സ് എന്ന് പറയുമ്പോഴേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു പെയ്ഡ് മെമ്പർഷിപ്പ് എടുത്തു വിചാരിക്കും. എനിക്ക് എല്ലാ കോഴ്സും ആക്സസബിൾ ആണോ, അതോ കോഴ്സിനൊക്കെ സെപ്പറേറ്റ് ഫീ ആണോ അതിന്റെ അകത്ത് വരുന്നത്? നമുക്ക് 2 ടയർ മെമ്പർഷിപ്പ് ആണുള്ളത്. ഗോൾഡും എന്ന് പറയും, സിൽവർ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഗോൾഡ് ആണ് പ്രീമിയം ലെവൽ. ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രീമിയം മെമ്പറാണ്. ഈ പ്രീമിയം മെമ്പർക്ക് പ്ലാറ്റ്ഫോം 100% ആക്സസബിൾ ആണ്. അതായത് എല്ലാ കോഴ്സും ഫ്രീ ആയിട്ട് കാണാം. സെപ്പറേറ്റ് 2000 മണിക്കൂറുള്ള കോഴ്സ് 2000 മണിക്കൂറുള്ള കോഴ്സുകൾ കാണാം രീതിയിൽ. അതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. അത് ഓഡിയോ കോഴ്സസ് ആയിട്ടോ വീഡിയോ കോഴ്സസ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം രീതിയിൽ. അപ്പോ അതാണ് ഫുൾ ആക്സസ്. കമ്മ്യൂണിറ്റിയും കിട്ടും, ലേണിംഗും കിട്ടും. അടുത്തത് സിൽവർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതിന്റെ താഴെയുള്ള ഒരു കാറ്റഗറിയാണ്. അതിനകത്ത് നിങ്ങൾക്ക് കോഴ്സസുകൾ കിട്ടില്ല, കോഴ്സ് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. ആൾക്കാരെ കണക്ട് ചെയ്യാനും നിങ്ങളുടെ കോൺടാക്ട് നമ്പറുകൾ കിട്ടും, അവരെ കണക്ട് ചെയ്യാൻ പറ്റും, അവരെ ഫോളോ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പൊ നമ്മുടെ മേജർലി ലേണിംഗും കമ്മ്യൂണിറ്റിയാണ്. ഈ 2 പാർട്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതേപോലെ നോവയും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നോവ ഇപ്പൊ ഫ്രീ ആണ്, മെമ്പേഴ്സിന് ആർക്ക് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ മെമ്പറായി ക്ലബ് മെമ്പർ ആയാൽ മാത്രമേ നോവയുടെ ഫുള്ളി പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോഴേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന രൂപത്തിൽ ഇതിനെ ഡിഫൈൻ ചെയ്യണമെങ്കിലേ ഇപ്പൊ നമുക്ക് എന്തും പോസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു രൂപത്തിലേക്ക് ഇത് മാറുന്നുണ്ടോ എന്നതിന് ഗൈഡ് ലൈൻസിന്റെ ബേസ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജോ വീഡിയോസോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്ലാറ്റ്ഫോം അതിനെ റെസ്പോണ്ട് ചെയ്യുക? ഓക്കെ, 2 രീതിയിലാണ് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുക. ഒന്ന്, അതിനകത്തൊരു ഹ്യൂമൻ ഇന്റർവെൻഷൻ കൊണ്ടുവരാന്നുള്ളതാണ്. ഒരു ബാക്കിൽ ഒരാൾ ഇരുന്നിട്ട് അത് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള 2 ടെക്നോളജി വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഒന്ന് ഹ്യൂമൻ ഇന്റർവെൻഷൻ നമ്മളിപ്പോ സോൾവ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിന് റെലവെന്റ് അല്ലാത്തൊരു ഒരു സാധനം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് കാണുന്നതാണെങ്കിൽ എനിക്കത് റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്യുന്നതോടെ എന്റെ ഫീൽഡിൽ നിന്ന് അത് പോകും, എനിക്കത് പിന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ മിനിമം 3 ആൾക്കാർ റിപ്പോർട്ട് ചെയ്താൽ ആ കണ്ടന്റ് പിന്നെ ആരെയും കാണിക്കില്ല രീതിയിൽ. അതാണ് നമ്മൾ. പിന്നെ നമ്മളത് നമ്മുടെ ബാക്കെൻഡിൽ നമ്മുടെ ഒരു മാനുവലി നമ്മളത് വെരിഫൈ ചെയ്യും. അതാണ് ഫസ്റ്റത്തെ സ്റ്റേജ്. 2ാമത്തെ സ്റ്റേജ് ഇപ്പൊ ഇതിനെ നമുക്ക് AI വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ടെക്സ്റ്റ്. ഇപ്പൊ നിങ്ങളൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ് ഇട്ടേക്കണെന്ന് ചോദിച്ചാൽ ആ ടെക്സ്റ്റ് നമുക്ക് കോണ്ടെക്സ്റ്റലി നോവ വായിച്ച് അത് റെലവെന്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും ചെയ്യാം. ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് ആ കണ്ടന്റ് മാറ്റുകയും ചെയ്യാം. 2ാമത് ഇമേജ് ആണ്. ഇമേജ് ഓൾറെഡി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള കമ്പനികൾ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഒരു കുട്ടിയുടെ ജനിച്ച ഫോട്ടോസോ അങ്ങനെയുള്ള ഇടാൻ പറ്റില്ല. അപ്പൊ അത് ഓൾറെഡി ഡൺ ആണ്. അപ്പൊ അത് നമുക്ക് ഇമേജ് പോസ്റ്റ് ചെയ്താൽ അത് നമുക്ക് ടെക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. വീഡിയോ മാത്രമാണ് ഇപ്പൊ നമുക്കത് അത്ര ഡീപ്പിലേക്ക് ആവാത്ത. പക്ഷെ മേ ബി ഒരു 1-2 വർഷം കൊണ്ട് വീഡിയോ ആവും. അപ്പൊ അങ്ങനെ ആയാൽ തന്നെ അതും കൂടി ആയാൽ തന്നെ ഇത് 3ഉം വെച്ചിട്ട് നമുക്ക് വളരെ ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പൊ ഉള്ളത്. പണ്ടത്തെ പോലെയല്ല. ഇതിനകത്തൊരു ഒരു വലിയൊരു ബെനിഫിറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാല് റീജിയണൽ ലാംഗ്വേജിലാണ് ഇപ്പൊ മൊത്തം ഈ സാധനം റൺ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ലിങ്ക്ഡിൻ പോലെയുള്ള നമ്മള് ചെല്ലുകയാണെങ്കിൽ ഭയങ്കര ഒരു ഹെവി ടെക്സ്റ്റിങ്ങും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊസീജിയർ ചിലപ്പോൾ നോർമലി സ്മോൾ ആൻഡ് മീഡിയം ചില ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല അല്ലെ. പക്ഷെ ഇത് നമ്മുടെ ഒരു മലയാളം കമ്മ്യൂണിറ്റിയിലാണ് ഇപ്പൊ ഈ സാധനം
ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിസിനസ് ഓണേഴ്സിന് ഈ പറയുന്ന ഈ അപ്രോച്ചബിലിറ്റി ഭയങ്കര ഇതാണ്. ഞാൻ പണ്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെല്ലാം ഇപ്പൊ കോഴിക്കോട് മലപ്പുറമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇൻഷർട്ട് ചെയ്ത് സ്യൂട്ടൊക്കെ ഇട്ടാണ് പണ്ട് പോകാറ്, കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകാറില്ല. അപ്പൊ മഞ്ചേരിയിലൊക്കെ എനിക്കൊരു ക്ലയന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എറണാകുളത്ത് നിന്നാണ് പോകുന്നത്. അപ്പൊ കൺസൾട്ടന്റ് ആയിട്ടാണ് പോകുന്ന രീതിയിലല്ല. അതിന്റെ സ്ട്രക്ചർ മൊത്തം കെട്ടിലും മട്ടിലുണ്ടായിരുന്ന സാധനം. അതെ. പക്ഷെ ഒരു 10-30 കോടിയൊക്കെ ചെയ്യുന്ന കമ്പനിയാണ് കേട്ടോ രീതിയിലല്ല. അപ്പൊ ദേ വാണ്ടഡ് ടു ഗ്രോ ടു 100 crore കൈൻഡ് ഓഫ് കമ്പനി, റൈറ്റ്? പക്ഷെ നമ്മൾ ഈ കോട്ടും ഇതൊക്കെ ഇട്ട് ചെല്ലുമ്പോൾ തന്നെ ബിസിനസ് ഓണേഴ്സിന് അവരോട് സംസാരിക്കാനായിട്ട് ഒരു ഭയങ്കര ഒരു ഗ്യാപ്പ് ഉണ്ട് രീതിയിൽ. മനസ്സിലായോ? നമ്മളാണോ തെറ്റിപ്പോകുമോ ഒരു സാധനം. നമ്മളവിടെ എംപ്ലോയീസ് കുറെ കഴിഞ്ഞ് നമ്മൾ ഒരു 3-4 മാസം അവരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ കോട്ടൊക്കെ ഉപേക്ഷിച്ചു. കാരണം അവരിൽ ഒരാളായിട്ട് മാറി, അവരുടെ ലാംഗ്വേജ്. അപ്പോഴാണ് അവർ എന്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങള് നിങ്ങളെ പണ്ട് ഇവിടെ ഇന്ത്യനിൽ കോട്ട് മുക്രി എന്നാണ് വിളിക്കാറുള്ളത്. കോട്ടില്ല, കാരണം അതായത് അവർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ളത്. അപ്പോ അതും നമ്മുടെ ഒരു വേഷവിധാനത്തിന്റെ പ്രശ്നം. രണ്ട്, നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് വേർഡുകൾ സംസാരിച്ച അവർക്കത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ അവർ സോളിഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. കച്ചവടം ഉണ്ട്, അടുത്ത ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് രീതിയിൽ. പക്ഷെ അവർ ടീമിലുള്ള ആൾക്കാർ എന്നാലും ബിസിനസ് സംസാരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോ പക്ഷെ നമ്മൾ ആ ബിസിനസ് ആ ഓൺട്രപ്രണർ എഡ്യൂക്കേറ്റ് ചെയ്യണ്ടേ അടുത്ത ലെവലിലേക്ക് പോകണം. അപ്പൊ അവന് പറയുന്ന ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റണം. അപ്പൊ ഈ ലോക്കൽ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് കാരണമാണ് നമ്മൾ ഈ ലോക്കൽ പ്ലേ ഇപ്പൊ ഈ ലിങ്ക്ഡിൻ ഒരിക്കലും അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം അവര് പ്ലേ ചെയ്യുന്ന കസ്റ്റമർ സെഗ്മെന്റ് ഭയങ്കര അപ്പറാണ്. നമ്മൾ അപ്പറിലല്ല കളിക്കുന്നത്. ലിങ്ക്ഡില്ലേ എന്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ മലയാളത്തിൽ ഒരു ടെക്സ്റ്റ് ഇട്ടല്ലേ ആൾക്കാർ ലൈക്ക് പോലും ചെയ്യില്ല. കാരണം ലൈക്ക് ചെയ്ത എന്തോ ഒരു സ്റ്റാറ്റസിന് ഒരു മോശം എന്നുള്ള രൂപത്തിലാണ് എന്നെ അങ്ങനെയല്ല എന്നെ പ്ലേസ് ചെയ്തേക്കുന്ന ആൾക്കാർ തന്നെ. അതെ, ആൾക്കാരങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോ ഈ ഒരു സെഗ്മെന്റ് ആരും ചെയ്തിട്ടില്ല. ബിസിനസ് ഓണേഴ്സിനെ, അതായത് ലോക്കലുള്ള ബിസിനസ്, മലയാളം സംസാരിക്കുന്ന, തമിഴ് സംസാരിക്കുന്ന, കന്നഡ സംസാരിക്കുന്ന, മറാത്തി സംസാരിക്കുന്ന, ബംഗാളി സംസാരിക്കുന്ന, ഉറുദു സംസാരിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്പർ 1 ക്ലബ്ബ് സ്റ്റാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിലൊന്നും പെടാത്ത ആൾക്കാരുണ്ട്. ഒരു ബിസിനസ് ചെയ്യണം, ബിസിനസ് പഠിക്കണം, ഒരു ബിസിനസ്സുകാരനാകണം എന്നുള്ളൊരു മെജോറിറ്റിയോടെ ഉണ്ടല്ലോ. അവര് നമ്മുടെ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും? എന്താ ആലോചനയിട്ടേക്ക് എന്താ? ബിസിനസ്സുകാർ പലപ്പോഴും സക്സസ് ആവാത്തതിന്റെ കുറെ പ്രശ്നങ്ങൾ പ്ലാനിങ് അവർക്ക് ഉണ്ടാവില്ല രീതിയിൽ. അവര് ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങും. കച്ചവടക്കാരൊന്നും ആഗ്രഹമുണ്ട്, പക്ഷെ അത് എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ ചെയ്യണം, ഒരു ബിസിനസ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അറിയില്ല. നമ്മൾ പിച്ച് ഡെക്ക് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവന് ഫണ്ട് റേസ് ചെയ്യണമെന്ന് ചിലവർ പറയും, എനിക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് എടുക്കണം. ഇൻവെസ്റ്റ്മെന്റ് എടുക്കാൻ ആദ്യം വേണ്ടത് ഒരു പിച്ച് ഡെക്ക് ആണ്. അത് ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം എന്നുള്ള എന്താണെന്ന് പോലും അറിയില്ല രീതിയിൽ. അപ്പൊ നമ്മൾ ചോദിക്കും, കട തുടങ്ങണം, എങ്ങടെയും ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടോ? ഈ പ്ലാൻ പോലെ വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷെ ഇവൻ അതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ അവന് കുറെ ക്ലാരിറ്റി അതിനകത്ത് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യും. അതാണ് മേജർലി സാധനം. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒന്ന്, അവന് പഠിക്കാൻ പറ്റും. രണ്ട്, അവനൊരു ബേക്കറിയാണ് തുടങ്ങണമെങ്കിൽ ഈ ബേക്കറി ചെയ്യുന്ന ബിസിനസ് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ചോദിക്കാം, ചേട്ടാ ഞാൻ ഇങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ചേട്ടന്റെ ബിസിനസ് എങ്ങനെയുണ്ട്, ഒന്ന് അഡ്വൈസ് ചെയ്യുമോ? ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ഈ പറയുന്ന ആൾക്കാരെല്ലാം ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ബിസിനസ് ഓണേഴ്സ് ആണ്. അവർക്കറിയാം. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് പറയണത് ഇന്ന കാര്യങ്ങൾ ചെയ്യില്ലട്ടാ, ഇത് അബദ്ധമാണ്, ഇനി ഇവിടെ കൊണ്ട് കാശ് സർട്ടിഫിക്കേഷൻ ഇങ്ങനെ പണി കിട്ടാണ്. ഇത് ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിലോ? അപ്പൊ ഇത് പ്രാക്ടിക്കലായിട്ട് അവർക്ക് പറഞ്ഞു തരാനായിട്ട് കണക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അത് കാരണം തന്നെ തെറ്റുകൾ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും രീതിയിൽ. മനസ്സിലായോ? അപ്പൊ ചിലപ്പോ അവന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ഈ ബിസിനസ് ചെയ്യണോ വേണ്ടേന്ന്. ചിലപ്പോൾ ബിസിനസ് വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ 2 അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടും. 3, നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ നമ്മൾ ചെയ്യുന്ന പവർ ടോക്ക് എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ട്. പവർ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഗോൾഡ് മെമ്പേഴ്സിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. അതിപ്പോ കൊച്ചിയിലും കാലിക്കറ്റും ആണ് ഉള്ളത്. പക്ഷെ അതിന്റെ ഫ്രാഞ്ചൈസികൾ വേറെ പല സ്ഥലങ്ങളിലും നമ്മൾ ചെറിയ മൈന്യൂട്ട് A ക്ലാസ് B ക്ലാസ് ടൗണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അത് ഓരോ മാസവും അവിടെ നമ്മളൊരു എക്സ്പീരിയൻസ് 50 crore മേലെ ബിസിനസ് ഓണർ ചെയ്യുന്ന ഒരാളെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരും. അപ്പൊ അവരുമായിട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള ഒരു ഫ്രീ നെറ്റ്വർക്കിംഗ് ഇവന്റ് ആണ് കേട്ടോ. എല്ലാ മെമ്പേഴ്സിനും വരാനായിട്ട് പറ്റും. അപ്പൊ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളടുത്ത് വന്നു കഴിഞ്ഞാൽ അവനൊരു മെമ്പർ ആയി കഴിഞ്ഞാൽ അവൻ ഈ പറയുന്ന പവർ ടോക്കിൽ വന്നിട്ട് ആൾക്കാരെ പ്രാക്ടിക്കലി കാണാനായിട്ട് പറ്റും.
കണ്ടിട്ട് അവൻ ഈ പറയുന്ന അവന്റെ കൊറീസുകൾ ഒരാളുടെ അടുത്ത് ചോദിക്കാനായിട്ട് പറ്റും. ഡയറക്ട്ലി എന്താണെന്നുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ട് ആസ് എ പ്ലാറ്റ്ഫോമിന് പറ്റും. അപ്പൊ രജീഷ് പറഞ്ഞനുസരിച്ചിട്ട് ഒന്നും ഒരു നിലവിലൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള നമ്പർ 1 ക്ലബിലേക്ക് വന്നാൽ അവൻ നെറ്റ്വർക്കിംഗ് പറ്റും, ലേണിംഗ് പറ്റും. നമ്പർ 1 ഒരു എക്സ്പേർട്ടാണ് ഒരാളാണെന്നുണ്ടെങ്കിൽ അവൻ അവന്റെ എക്സ്പേർട്ടിനെ സെല്ല് ചെയ്യാനായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഉപയോഗിക്കാൻ അവന്റെ വിസിബിലിറ്റി കൂട്ടാനേ പറ്റും. അടുത്തൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ വന്നു കഴിഞ്ഞാൽ അവൻ ഒരുപാട് എക്സ്പേർട്ടുകളെ കാണാൻ പറ്റും, അവരുമായിട്ട് ലേണിംഗ് പറ്റും, അവന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഈ 3 ആളുകൾക്കും ഇതൊരു ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു ഗോ ടു പ്ലാറ്റ്ഫോം. ഫസ്റ്റ് പ്ലാറ്റ്ഫോം. ഈ ആക്ച്വലി ഇപ്പൊ നമ്മളിപ്പോ 2026 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇതിനെ നിൽക്കുന്നെങ്കിൽ രജീഷ് എങ്ങനെയാണ് നോക്കാനുള്ളത്? 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു യുഗമാണ്. ഏകയുഗം. കംപ്ലീറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ChatGPT ഒക്കെ വന്നേക്കാളും മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരു വളർച്ച പെട്ടെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണേക്കാൾ അപ്പുറയിലേക്കാണ് വളരുന്ന ലോകം രീതിയിൽ. ഞാൻ കാണുന്ന ഒരു ലോകം ബിസിനസ് ആൾക്കാരെ വളരെ ഈ പറയുന്ന പോലെ പലരും AI പേടിച്ചിട്ടും അല്ലെങ്കിൽ നമുക്കൊന്നും പണി ഉണ്ടാവില്ല എന്നല്ലേ. ഞാൻ കാണുന്ന ലോകം വളരെ സന്തോഷകരമായ ലോകമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാ നമ്മൾ കുറെ ഫ്രീ ആവും. ബിസിനസ് ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. കാരണം ഈ ബിസിനസ് ആൾക്കാര് നേരത്തെ പറഞ്ഞ ലോൺലി ലൈഫാണ്. ഇവന്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, ഇവന്റെ റിലേറ്റീവ്സിന് സമയമില്ല, ഇവന്റെ സ്വന്തം ഹെൽത്ത് നോക്കാൻ സമയമില്ല. ഇവൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് രീതിയിൽ. ടെക്നോളജി യൂസ് ചെയ്ത് ഇവൻ നാളെ ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പോ, AI യൂസ് ചെയ്ത് ബിസിനസ് കൊടുക്കാൻ തുടങ്ങുമ്പോ ഇവൻ ഫ്രീ ആവും. ഇനി ഒരു ഏജന്റിക് AIകളായിരിക്കും വേണ്ട. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇബാദാണ് ബിസിനസ് എങ്കിൽ ഇബാദിന്റെ ഒരു ക്ലോണിനെ AI സൃഷ്ടിക്കുകയാണ് രീതിയിൽ. അതേപോലെ ഫോർ എക്സാമ്പിൾ എനിക്കും ഇതേപോലെ ഒരു ക്ലോൺ AI ഉണ്ടാവും വിചാരിക്കാം. എന്റെ വിസ്ഡംസും എന്റെ നോളജിനെ കുറിച്ചിട്ടും ഒക്കെ അറിയാവുന്ന സാധനങ്ങൾ. നാളെ ഇബാദ് പറയാണ് എനിക്ക് ലജേഷായിട്ട് ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യണമെന്ന് അവന്റെ അടുത്ത് പറഞ്ഞ നിങ്ങളുടെ ഏജന്റ് എന്റെ ഏജന്റായിട്ട് സംസാരിക്കും. മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു അജണ്ടയും കൊടുത്ത് ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഏജന്റ് ഓൾമോസ്റ്റ് 50 to 80% വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സംഭവത്തിന്റെ ഡിസ്കഷൻ എന്താണ്, ഈ ഏജന്റ് തന്നെ നമ്മളെ ബ്രീഫ് ചെയ്യും. നമ്മള് വരിക, ചെറിയ ഡിസിഷൻസ് എടുക്കുക, പണി തീർക്കാനല്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഒരു ഹാപ്പിനെസ് നമുക്ക് ഓട്ടോമാറ്റിക്കലൂടെ കണ്ടെത്താനും പറ്റും, കാശുണ്ടാക്കാനായിട്ട് പറ്റും. ഇനി എല്ലാവർക്കും ഏജന്റുകൾ ഉണ്ടാവും രീതിയിൽ. അതായത് ഹ്യൂമൻ എന്ന് പറയുന്ന നമ്മള് ആക്ച്വലി ഉണ്ടായിരിക്കുന്നത് നമുക്ക് മൈൻഡ് ഉള്ളത് കൊണ്ടാണല്ലോ. ലൈക്ക് വി ആർ ഇമോഷണൽ ബീയിങ്സ്. പക്ഷെ അത് നമുക്ക് ഇപ്പോഴും ആ മൈൻഡ്ഫുൾനെസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല പല സമയങ്ങളിൽ. നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിച്ചാലും നമ്മുടെ തലയുടെ ബാക്ക് എൻഡിൽ നാളെ കച്ചവടത്തെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊന്നും നമ്മളല്ലാണ്ട് നമ്മളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ബ്രില്യന്റ് ആയുള്ള ഒരു ബ്രെയിൻ, ഇമോഷൻസ് ഇല്ലാണ്ട് റെലവൻസ് വെച്ചിട്ട് ഡേറ്റ വെച്ചിട്ട് റാഷണൽ തോട്ട് പ്രോസസ്സോട് കൂടി എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ നാളെ നിങ്ങളൊരു സെയിൽ കോൾ ചെയ്യുവാണ്. സെയിൽ കോൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളുടെ ബിസിനസ്സിലുള്ള സെയിൽസ് കോൾ, നിങ്ങൾ ഒരു കസ്റ്റമർ വിളിക്കുകയാണെന്ന് വിചാരിക്കാം. അവർ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, അപ്പോൾ കസ്റ്റമർക്ക് നീഡുണ്ട്, പക്ഷെ അയാളൊരു കാശ് നെഗോഷിയേറ്റ് ചെയ്യാണ് എന്ന് പറയാൻ. അപ്പൊ നിങ്ങളോ നിങ്ങളുടെ സെയിൽസ്മാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാം അയാൾ കാശില്ല, നമ്മുടെ പോളിസിയൊക്കെ പേയ്മെന്റ് പോളിസി എല്ലാം മാറിയിട്ട് ചിലപ്പോൾ കൊടുത്തുനിന്ന് വരും രീതിയിൽ. കാരണം ഇമോഷണലി ചിലപ്പോ നടക്കാം രീതിയിൽ, പിന്നെ ചിലപ്പോൾ കാശ് കിട്ടില്ല എന്നും വരാം രീതിയിൽ. പക്ഷെ നമ്മൾ ആ ഇമോഷണലി ആ തീരുമാനം എടുക്കണോണ്ടാണല്ലോ അങ്ങനെ തന്നെ. ഫോർ എക്സാമ്പിൾ ഈ സാധനം നമ്മൾ AI കൊടുക്കുകയാണ് നാളെ ആ ഡിസിഷൻ എടുക്കാനായിട്ട്. AI എടുത്ത് നമ്മൾ പറയാണ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ട ഇന്ന രീതിയിലാണ്, കാശില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഈ പ്രശ്നം എന്താ വെച്ചാൽ കാശില്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പക്ഷെ നമുക്കിത് എങ്ങനെ ഇയാളുടെ അടുത്ത് നോ പറയണം എന്നുള്ള അറിയില്ല. കാരണം ആ ഡയലോഗ് നമ്മുടെ നാവിന്റെ ഉള്ളിൽ നിന്ന് വരില്ല. കാരണം നമുക്ക് ഇമോഷൻസ് ഉള്ളത് കാരണം അതെങ്ങനെ കറക്റ്റ് ആയിട്ട് ഫ്രെയിം ചെയ്യണം എന്ന് നമുക്ക് അറിയില്ല. ഇംഗ്ലീഷിലായിക്കോട്ടെ, മലയാളത്തിലൂടെ, ഏത് ലാംഗ്വേജിലായിക്കോട്ടെ, അത് ഭയങ്കര പാടാണ്. പക്ഷെ ഈ AI സംബന്ധിച്ചോളം അതല്ല, അവനത് കറക്റ്റ് ആയിട്ട് ഫ്രെയിം ചെയ്ത് ഡെലിവറി ചെയ്യും. നമ്മൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അപ്പം ഇനി നമ്മുടെ ജോലി പഠിപ്പിക്കലാണ്. നമ്മളെ എങ്ങനെയാണെന്നുള്ളത് ഒരു ഏജന്റ് KIക്ക് പഠിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പാതി പണിയല്ല 90% പണി അവൻ ചെയ്യും. കഴിയുകയും ചെയ്ത് നമുക്ക് കുറെ ഹാപ്പിനെസ് കിട്ടുന്ന കുറെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാം, നമുക്ക് കുടുംബത്തെ കൂടെ സ്പെൻഡ് ചെയ്യാം. എല്ലാവരും കാശാവും.
എല്ലാരും വെറുതെ ഇരുന്ന് കാശുണ്ടാക്കും. മനസ്സിലായോ? വെറുതെ ഇരുന്ന് കാശുണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് ലോകം പോകുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ US അല്ലെങ്കിൽ ഇപ്പൊ കണ്ടന്റ് ഇതിനകത്ത് തന്നെ ഇവാൻ അറിയാൻ പറ്റും, ഫേസ്ലെസ് ഇൻസ്റ്റാഗ്രാം പേജസ് അല്ലെ, ഫേസ്ലെസ് യൂട്യൂബ് പേജസ്, അതാണ് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്, ബില്യൺസ് ഓഫ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ജപ്പാനിലൊക്കെ ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവര് AI തന്നെ കണ്ടന്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നു, AI തന്നെ വീഡിയോസ് ഉണ്ടാകുന്നു, AI തന്നെ പർട്ടിക്കുലർ ടൈമിൽ യൂട്യൂബില് ഏത് സമയത്ത് പോസ്റ്റ് ചെയ്താലാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്, അവിടെ പോസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മാത്രം അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നു, കാശ് വരുന്നു. അപ്പൊ ഇനി എന്തായാലും ഒരു ഹാപ്പിനെസിന്റെ ലോകത്തിലേക്കാണ് മനുഷ്യൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ AI നമ്മളാണ് ഉണ്ടാക്കിയത്. നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ബിൽഡ് ചെയ്ത്, അല്ലെ നമ്മുടെ ഇന്റൻഷൻ പോയതാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ഓൾവേസ് ഹെൽപ്പ് അസ്. അതെന്താണെന്ന് നമ്മൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തണം. അതെ, ഇനി അതാണ് വേണ്ടത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം, ടെക്നോളജി യൂസ് ചെയ്യാണ്ട് മുമ്പോട്ട് പോണ പരിപാടി ഉണ്ടാവില്ല. ടെക്നോളജി യൂസ് ചെയ്ത എല്ലാ ബിസിനസ് ആൾക്കാരും വലിയ എന്താ പറയാ കൂടുതൽ കാലം നിലനിൽക്കില്ല. അപ്പോൾ ഓക്കെ രജീഷ്, താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം നമ്പർ 1 ക്ലബ്ബിൽ ഞാനും ഒരു മെമ്പറാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഓൺട്രപ്രണറും അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളും അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് വീണ്ടും ഇരിക്കണം. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു.